ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. അങ്കോളയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസിഡന്റ് ലോറൻസോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷ പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെറാഡൂണിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. UAE സന്ദർശനം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അബുദാബിയിൽ മലയാളം ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ബീഹാറിൽ അവസാന ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. ചെസ് ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ അർമേനിയയുടെ റോബർട്ട് ഹോവാൻഷിനെ പരാജയപ്പെടുത്തി. ഫാങ്വോങ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. ഫിലിപ്പീൻസിൽ 100,000-ലധികം പേരെ ഒഴിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ അങ്കോളയിലെത്തി. അങ്കോള പ്രസിഡന്റ് ലോറൻസോയുമായി രാഷ്ട്രപതി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ചൊവ്വാഴ്ച അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി അങ്കോള പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഇന്നലെ രാത്രി 11-ന് അങ്കോളയുടെ തലസ്ഥാന നഗരമായ ലുവാണ്ടയിൽ എത്തിയ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണമാണ് അങ്കോള സർക്കാർ നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 40ാം വാർഷികം ഈ വർഷം ആഘോഷിക്കുന്നതിനാൽ ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അങ്കോള പ്രസിഡന്റ് ന്യൂഡൽഹി സന്ദർശിച്ചിരുന്നു. നവംബർ 11 മുതൽ 13 വരെ ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. ബോട്സ്വാന പ്രസിഡന്റ് ഡുമ ബോക്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ഊർജ്ജം, കൃഷി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചർച്ചയാകും. ഈ 2 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രത്തലവന്റെ ആദ്യ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ ആത്മീയ യാത്രയിലും പൈതൃകത്തിലും ജൈന തത്വചിന്തയുടെ സംഭാവനകളെ അനുസ്മരിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ശ്രാവണ ബെലഗോളയിൽ ജൈന സന്യാസി ആചാര്യ ശാന്തി സാഗർ മഹാരാജിന്റെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ജൈനമതം നൽകുന്ന സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടുതൽ അർത്ഥവത്താണെന്നും അദ്ദേഹം പറഞ്ഞു. മൈസൂരുവിലെ JSS അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 16ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെറാഡൂണിലെത്തി. രജത ജൂബിലി സ്മരണാർത്ഥം പുറത്തിറക്കുന്ന തപാൽ സ്റ്റാമ്പ് അദ്ദേഹം പ്രകാശനം ചെയ്തു. രജത ജൂബിലി ആഘോഷ പ്രദർശനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പരിപാടി പുരോഗമിക്കുകയാണ്. 8,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തരാഖണ്ഡ് ജനതയ്ക്ക് ആശംസ അർപ്പിച്ചു. ഇന്ന് ദേശീയ നിയമസേവന ദിനം. 1995 നവംബർ 9 ലീഗൽ സർവീസസ് അതോറിറ്റീസ് നിയമം നിലവിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നിയമസേവനങ്ങൾ പ്രാപ്തമാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനാണ് നിയമം നടപ്പിലാക്കിയത്. നീതി, സമത്വം, നിയമ ശാക്തീകരണം എന്നിവ ഉയർത്തിപ്പിടിച്ചാകണം ദേശീയ നിയമസേവന ദിനം ആചരിക്കേണ്ടതെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കംബോഡിയയുടെ 72ാമത് സ്വാതന്ത്ര്യദിനത്തിൽ കംബോഡിയ സർക്കാരിനും ജനങ്ങൾക്കും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആശംസകൾ നേർന്നു. പരസ്പരം പങ്കിടുന്ന സാംസ്കാരിക ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി കംബോഡിയയുമായുള്ള വിശാലമായ സഹകരണത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ 93ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കിഴക്കൻ എയർ കമാൻഡ് ഗുവാഹത്തിയിൽ ഇന്ന് ഉച്ചയ്ക്ക് സമ്പൂർണ്ണ വ്യോമാഭ്യാസ പ്രകടനം സംഘടിപ്പിക്കുന്നു. ബ്രഹ്മപുത്ര നദിക്ക് മുകളിലുള്ള ലോഹിത് ഘട്ടിൽ 25-ലധികം വിഭാഗങ്ങളിലായി റാഫേൽ, സുഖോയ് 30 ഉൾപ്പെടെ 75-ലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രദർശനത്തിൽ പങ്കെടുക്കും. ഗുവാഹത്തി, തേസ്പൂർ, ജോർഹട്ട്, ചബുവ, ഹസിമാര, ബാഗ്ഡോഗ്ര, പനാഗട്ട് എന്നീ 7 വ്യോമത്താവളങ്ങളിൽ നിന്നാണ് ഈ യാനങ്ങൾ എത്തുക. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. 1905 ബംഗാൾ വിഭജന കാലത്താണ് വന്ദേമാതരം രചിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ ഏകീകരിക്കുന്നതിലും രാഷ്ട്രബോധം വളർത്തുന്നതിലും വന്ദേമാതരത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് ഗുണകരമായതായി കേന്ദ്ര സർക്കാർ. തുകലിന് ചുമത്തിയിരുന്ന നികുതി 5% കുറച്ചിട്ടുണ്ട്. ഇത് വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതായാണ് വിലയിരുത്തൽ.
അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഉഭയകക്ഷി കരാർ ഒപ്പുവെക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു സൌദിയിലെത്തി. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കാൻ ആവശ്യമായ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ പ്രവാസികളുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം തുടരുന്നു. അബുദാബി സിറ്റി ഗോൾഫ് ക്ലബ്ബിൽ നടക്കുന്ന മലയാളം ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കും. മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവരടങ്ങുന്ന ഉന്നതതല പ്രതിനിധി സംഘവും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഇന്ന് മുൻ രാഷ്ട്രപതി KR നാരായണന്റെ 20ാം ചരമവാർഷിക ദിനം. ഉഴവൂർ പൂവത്തിങ്കലിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ KR നാരായണൻ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. പാലക്കാട് ജില്ലയിലെ 6 വിദ്യാലയങ്ങളിലായി പുരോഗമിക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് മലപ്പുറം ജില്ല. കണ്ണൂരും കോഴിക്കോടുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. കാഴ്ചക്കാരിൽ കൌതുകമുണർത്തുന്ന നിരവധി സാങ്കേതിക വിദ്യകളാണ് വിദ്യാർത്ഥികൾ മത്സരത്തിന് എത്തിച്ചിരിക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. 3.7 കോടിയിലധികം വോട്ടർമാരാണ് ചൊവ്വാഴ്ച സമ്മതിദാനാവകാശം നിർണയിക്കുന്നത്. 136 സ്ത്രീകൾ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് എല്ലാ മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ബീഹാറിലുടനീളം സജീവമാണ്. മുതിർന്ന BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ അമിത് ഷായും രാജ്നാഥ് സിംഗും 2 പൊതുറാലികളിൽ വീതം സംസാരിക്കും. JDU പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ 3 യോഗങ്ങളിലാണ് പങ്കെടുക്കുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ യോഗി ആദിത്യനാഥും ഇന്ന് വിവിധ മണ്ഡലങ്ങളിലെത്തും. മഹാഗഡ്ബന്ധനിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 2 കേന്ദ്രങ്ങളിലും RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവ് 11 പൊതുയോഗങ്ങളിലും പ്രസംഗിക്കും. ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ, BSP, AIMIM എന്നീ കക്ഷികളും പൊതുയോഗങ്ങളും റോഡ് ഷോകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഗോവയിൽ ഇന്നലെ നടന്ന ഫിഡെ 2025 ചെസ് ലോകകപ്പ് മത്സരത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ അർമേനിയയുടെ ഗ്രാൻഡ് മാസ്റ്റർ റോബർട്ട് ഹോവാനിഷ്യനെ പരാജയപ്പെടുത്തി. ഇതോടെ വിശ്വനാഥൻ ആനന്ദ് കപ്പിനായി മത്സരിക്കുന്ന ഫിഡെ ലോകകപ്പ് 2025ന്റെ 4ാം റൌണ്ടിൽ 4 ഇന്ത്യക്കാർ സ്ഥാനം നേടി. കേരളത്തിൽ ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഫാങ്മോങ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ഫിലിപ്പീൻസിന്റെ കിഴക്കൻ വടക്കൻ മേഖലകളിൽ നിന്ന് 1 ലക്ഷത്തിലധികം താമസക്കാരെ ഒഴിപ്പിച്ചു. മണിക്കൂറിൽ 230 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 300-ലധികം ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കി. ഒരാഴ്ച മുമ്പ് ആഞ്ഞടിച്ച കൽമേഗി എന്ന കൊടുങ്കാറ്റിൽ ഫിലിപ്പീൻസിൽ 204 പേരാണ് മരിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ഖണ്ഡഹാർ പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് 6 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റു. ഇസ്താംബുളിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള 3ാം റൌണ്ട് സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചു. യുക്രൈനിലെ ആണവ നിലയങ്ങളുടെ സബ്സ്റ്റേഷനുകൾ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി റഷ്യ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. റഷ്യ 450-ലധികം ഡ്രോണുകളും 45 മിസൈലുകളും വിക്ഷേപിച്ചതായി യുക്രൈൻ ആരോപിച്ചു. റഷ്യയ്ക്കെതിരായ യുക്രൈൻ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് നൽകിയതെന്ന് റഷ്യ അറിയിച്ചു. US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര ഇന്റൽ CEO ലിബ് ബൂട്ടാനുമായി അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനുമായും ഇന്ത്യ AI മിഷനുമായും സംയോജിച്ച് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ AI പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്റലിന്റെ പദ്ധതികളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അങ്കോളയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസിഡന്റ് ലോറൻസോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷ പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെറാഡൂണിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. UAE സന്ദർശനം തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അബുദാബിയിൽ മലയാളം ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ബീഹാറിൽ അവസാന ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ച വോട്ടെടുപ്പ്. ചെസ് ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദ അർമേനിയയുടെ റോബർട്ട് ഹോവാനിഷ്യനെ പരാജയപ്പെടുത്തി. ഫാങ്മോങ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. ഫിലിപ്പീൻസിൽ 1 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.